മുൻ പ്രധാനമന്ത്രിമാരായ നരസിംഹറാവുവിനും ചൌധരി ചരൺ സിംഗിനും ഭാരതരത്ന. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥനും ഭാരതരത്ന പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി നോബൽ മാരിക്കാരനുണ്ട്. നോബൽ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ 5 പേർക്കാണ് ഭാരതരത്ന ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നരസിംഹറാവുവിനും ചരൺ സിംഗിനുമുള്ള ഭാരതരത്നയിൽ കൃത്യമായ രാഷ്ട്രീയവും കാണാനാകും. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴാണ് ഭാരതത്തെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 പേർക്ക് ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് മുൻ പ്രധാനമന്ത്രിയുമായ ചരൺ സിംഗ്, അതോടൊപ്പം തന്നെ പി വി നരസിംഹറാവു ഉൾപ്പെടെയുള്ളവർ, അതോടൊപ്പം തന്നെ എം എസ് സ്വാമിനാഥനും ഇപ്പോൾ ഇത്തരത്തിൽ ഭാരതത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നു. നേരത്തെ എൽ കെ അദ്വാനി, അതോടൊപ്പം തന്നെ കർപ്പൂരി താക്കൂർ എന്നിവർക്കും പ്രഖ്യാപിച്ചിരുന്നു. മൊത്തം 5 പേർക്കാണ് ഇപ്പോൾ ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏറ്റവും അധികം ആളുകൾക്ക് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം ലഭിക്കുന്നതും ആദ്യമായാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം എം എസ് സ്വാമിനാഥൻ ആദ്യമായി മലയാളിയാവുകയാണ്. ഭാരത് നേടിക്കൊണ്ട് ഹരിത വിപ്ലവത്തിലൂടെ അദ്ദേഹം പ്രധാനമായും രാജ്യത്തിന്റെ പട്ടിണി മാറ്റിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കാണുകയും കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലായിരുന്നു ആ നീക്കങ്ങൾ ഉണ്ടായത്. എന്താണെങ്കിലും വലിയ രീതിയിൽ തന്നെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഇത് ഇല്ല എന്ന് പറയാതിരിക്കുകയില്ല. കാരണം പ്രത്യേകമായി നമ്മൾ പറയുകയാണെങ്കിൽ ചരൺ സിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൊച്ചുമകന്റെ പാർട്ടിയായ RLD ഇപ്പോൾ BJPയുടെ NDAയുടെ ഭാഗമായുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏറെക്കുറെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ അത്തരത്തിൽ ഒരു നീക്കം ഭാരതത്തിന് നൽകി ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ കർപ്പൂരി താക്കൂറിന്റെ ഭാരതത്തിന് പിന്നാലെയാണ് JDU NDAയിലേക്ക് എത്തിയത്. അത്തരത്തിൽ രാഷ്ട്രീയമായ ചില നീക്കങ്ങൾ കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്ന് പ്രധാനപ്പെട്ടതാണ്. എന്താണെങ്കിലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 പേർക്ക് നിലവിൽ ഇപ്പോൾ ഭാരതത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധം ഇന്ന് 3 പേരെ പ്രഖ്യാപനവും പ്രധാനമന്ത്രി സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പങ്കുവച്ചത് എന്നും പ്രധാനപ്പെട്ട കാര്യമാണ്. സ്മൃതി, ശരി, നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകുന്നത്. ഈ വർഷം 5 പേർക്കാണ് ഭാരതരത്ന പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചരൺ സിംഗിന്റെ മകൻ അജിത് സിംഗ് ഉണ്ടാക്കിയ പാർട്ടി RLD ഇന്ത്യ മുന്നണി വിട്ടു എന്നുള്ള വിവരങ്ങൾക്കിടെയാണ് ഈ പ്രഖ്യാപനം. നരസിംഹറാവുവിന്റെ കാലത്ത് ആണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് എന്നതും ഈ പുരസ്കാരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്ന കാര്യമാണ്.